കുതിരയോട്ട മത്സരത്തിൽ 2ാം സ്ഥാനത്തെത്തിയ കുതിരയേക്കാൾ 10 മടങ്ങ് അധികമാണ് 1ാം സ്ഥാനത്തെത്തിയ കുതിരയ്ക്ക് പ്രൈസ് തുക എന്ന് കരുതിയിട്ട് 2ാം സ്ഥാനത്തെത്തിയ കുതിരയേക്കാൾ 10 മടങ്ങ് വേഗത്തിലൊന്നും 1ാം സ്ഥാനത്തെത്തിയ കുതിര ഓടിയിട്ടില്ല. 5 മടങ്ങ് വേഗത്തിൽ ഓടിയോ അതുമില്ല, 2 മടങ്ങ് വേഗത്തിൽ ഓടിയോ അതുമില്ല. ഇതാണ് ലൈഫ്. ഇവിടെ വിജയിച്ചവനും പരാജയപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും 1% ഉള്ളൂ. വിജയിക്കാൻ വേണ്ടിയിട്ട്, സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ട്രേസിയുടെ ഒരു പുസ്തകമുണ്ട്, പേഴ്സണൽ സക്സസ്. ആ പുസ്തകത്തിൽ നിന്നുള്ള എൻ്റേതായൊരു ഇൻ്റർപ്രിട്ടേഷനാണ് ഇനി പറയാൻ പോകുന്നത്. വിജയം, സക്സസ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ, നമ്മുടെ വിശ്വാസങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ, അത് ശരിയായാലും തെറ്റായാലും ഒരു കാലയളവിന് ശേഷം അത് സത്യമാകും. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന കാര്യങ്ങളല്ല വിശ്വസിക്കുന്നത്. നമ്മൾ എന്ത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ചില വിശ്വാസങ്ങളുണ്ടാവും. നമ്മുടെ പാരൻസിൽ നിന്ന് കിട്ടിയതാവാം, ചുറ്റുപാടിൽ നിന്ന് കിട്ടിയതാവാം, നമ്മൾ കേട്ടതാവാം, നമ്മൾ വായിച്ചതാവാം. അധികം നമ്മളൊന്ന് അനലൈസ് ചെയ്യാതെ, അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാതെ നമ്മളത് അങ്ങനെയായിട്ട് വിശ്വസിക്കും. പിന്നെ അത് നമ്മുടെ സത്യമായി. പണക്കാരെല്ലാം തെറ്റ് ചെയ്തിട്ടാണ് പണം ഉണ്ടാക്കിയത്. ഇങ്ങനെ വിശ്വാസമുള്ള ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകൻ, അവൻ ആ വിശ്വാസത്തെ പൊളിച്ചെഴുതാതെ, ആ വിശ്വാസം തെറ്റാണെന്ന് അവനോട് തന്നെ പറയാതെ അവനൊരിക്കലും റിച്ചാകാൻ കഴിയില്ല. നിങ്ങളെ വളരാൻ അനുവദിക്കാതെ തടുത്തു നിർത്തുന്ന, അല്ലെങ്കിൽ പുറകിൽ നിന്ന് വലിക്കുന്ന ചില വിശ്വാസങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. എന്തായാലും അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് പ്രശ്നമാണോ, അതെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. എന്തായാലും അതിനെ തള്ളിക്കളയുക, അതിനെ ചോദ്യം ചെയ്യുക. എന്തൊക്കെയാണ് എന്നെ മുന്നേറാൻ കഴിയാതെ തടഞ്ഞു നിർത്തുന്ന വിശ്വാസങ്ങൾ എന്ന് കണ്ടെത്തുക, അതിനെ ചലഞ്ച് ചെയ്യുക. അത് സത്യമല്ലെന്ന് വീണ്ടും 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 ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ അകത്തുള്ളൊരു ലോകത്തിൻ്റെ ഒരു പ്രതിബിംബമാണ് പുറത്തുള്ള ലോകം. അകത്ത് നമ്മൾ എന്തുണ്ടാക്കിയോ അത് തന്നെയാണ് നമുക്ക് പുറത്തും. സോ നിങ്ങളുടെ പുറം ലോകത്ത് നിങ്ങൾക്ക് എന്ത് വേണം അത് കണ്ടെത്തുക. നിങ്ങളുടെ പുറം ലോകത്ത് എന്തു വേണമോ അതിനകത്തുണ്ടാക്കുക, അകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് പുറത്തും റിഫ്ലക്റ്റ് ചെയ്യും. അടുത്ത പോയിൻ്റ്, 2ാമത്തെ പോയിൻ്റ്, അമേരിക്കയിലെ ഓയിൽ ബിസിനസ് ടൈക്കൂൺ, ഏതാണ്ട് 200 കമ്പനികളുടെ സ്ഥാപകനായ HL ഹണ്ടിനോട് ചോദിച്ചൊരിക്കൽ ഒരു പത്രസമ്മേളനത്തിൽ, എന്താണ് നിങ്ങളുടെ സക്സസിൻ്റെ സീക്രട്ട് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിജയം എന്ന് പറയുന്ന സാധനം വളരെ സിമ്പിളാണ്. അതിന് നിങ്ങൾ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, കൃത്യമായിട്ട്, വളരെ കൃത്യമായിട്ട് എന്താണ് എനിക്ക് വേണ്ടതെന്നറിയണം. പിന്നെ അതിനുവേണ്ടി നിങ്ങൾ എന്തു കൊടുക്കും എന്നറിയണം. ആ കൊടുക്കും എന്ന് ഉറപ്പിച്ച കാര്യം കൊടുത്തിരിക്കും എന്ന് നിങ്ങളോട് തന്നെ പറയണം, ഉറപ്പിക്കണം എന്ന്. നമ്മുടെ ലക്ഷ്യങ്ങളെ കൃത്യമായിട്ട്, വളരെ കറക്റ്റായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യണം. എന്താണ് എനിക്ക് വേണ്ടത്, എന്താണ് എനിക്ക് നേടേണ്ടതെന്ന്. ശേഷം അത് എഴുതി വെക്കണം. ലോകത്ത് തൻ്റെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുന്ന ആളുകൾ വെറും 3% ഉള്ളൂ. ഒരു പഠനം പറയുന്നത് ലക്ഷ്യങ്ങൾ എഴുതി വെക്കാത്തവരെക്കാൾ കൂടുതൽ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുന്നവർ 10 ഇരട്ടി അധികം പണം സമ്പാദിക്കുന്നു എന്നാണ്. നമ്മുടെ ലക്ഷ്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത്, രണ്ടാമത് ചെയ്യേണ്ടത് എന്നിങ്ങനെ. നിങ്ങൾക്ക് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് ഡെയിലി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ കോമ്പൗണ്ടായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അവിടെ എത്തും നിങ്ങൾ. ഒരു പഠനം പറയുന്നു 85% സെൽഫ് മെയ്ഡ് മില്യനേഴ്സും കൃത്യമായ ലക്ഷ്യങ്ങളുള്ളവരായിരുന്നു എന്ന്. സക്സസ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിൻ്റ്, ഒരു പോസിറ്റീവായൊരു മൈൻഡ് സെറ്റ് നമ്മൾ വളർത്തിയെടുക്കണം. നമ്മളൊരു ഒറ്റയ്ക്ക് ഒരു ദ്വീപിൽ താമസിക്കുന്ന ആളുകളല്ല. നമുക്ക് വളരാൻ ആളുകളെ ആവശ്യമാണ്. അവർ കാരണമാണ് നമ്മൾ വളരുന്നത്, സക്സസ് ആവുന്നത്. പോസിറ്റീവായ ആളുകളുമായിട്ട് അടുത്തിടപെടാൻ, സംസാരിക്കാൻ, അടുത്തിരിക്കാൻ, ഡിസ്കഷൻ നടത്താൻ, അങ്ങനെ ഈ ജനങ്ങൾ ഇങ്ങനെ പോസിറ്റീവായ ആളുകളുമായി അടുത്തിടപെടാൻ ആഗ്രഹിക്കുന്നു. അവർ പറയുന്നത് കേൾക്കും, അവരുമായി അടുത്തിരിക്കും, അവർക്ക് വേണ്ടിയിട്ട് വല്ല സഹായങ്ങളും ചെയ്യണോ എന്ന് ആലോചിക്കും, ചെയ്യും. സോ പോസിറ്റീവ് ആകുമ്പോൾ ജനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടും, ജനങ്ങൾ മൂലം നമ്മൾ വളരും. യഥാർത്ഥത്തിൽ പോസിറ്റീവായ വിശ്വാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പോസിറ്റീവായ മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നത്. തരം കിട്ടിയ ഇവന്മാരെന്നെ പറ്റിക്കും, എല്ലാവരും എന്നെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ മൈൻഡ് സെറ്റുള്ള ആളുകൾ. അവർ അങ്ങനെ ജനങ്ങളുമായിട്ട് അടുക്കുന്നില്ല. ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡ് കാരണം ജനങ്ങൾക്കും അവരോടൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല.
അങ്ങനെ ബന്ധങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ, അഡ്വാൻറ്റേജസ് ഒന്നും അവർക്ക് കിട്ടില്ല. ഇത് അവരുടെ വളർച്ചയെ ശരിക്കും ബാധിക്കും. സോ പോസിറ്റീവായൊരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. പോസിറ്റീവായ മൈൻഡ് സെറ്റ് ഉണ്ടാവാൻ പോസിറ്റീവായ വിശ്വാസങ്ങൾ നമുക്ക് വേണം. അതിന് പോസിറ്റീവായ ആളുകൾ ഭൂരിഭാഗം സമയം എങ്ങനെ ചിന്തിക്കും എന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ ചിന്തിച്ച് തുടങ്ങുക, അത് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ചിന്തകളിൽ എപ്പോഴും നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കണം. എങ്ങനെ ലക്ഷ്യം നേടണം, ആ ലക്ഷ്യത്തിന് എന്തൊക്കെ പ്ലാൻസ് വേണം, ഇങ്ങനെ ആ ലക്ഷ്യങ്ങൾ, അങ്ങനത്തെ ചിന്തകൾ നിറഞ്ഞിരിക്കുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾക്ക്, നെഗറ്റീവായ ചിന്തകൾക്ക് ഇരിക്കാൻ അവിടെ ഇടമുണ്ടാവില്ല. അതുകൂടാതെ നെഗറ്റീവായ പല അനുഭവങ്ങളും നമുക്കുണ്ടാവും. ഓരോ അനുഭവങ്ങളിലും ആ അനുഭവങ്ങളിൽ നമ്മൾ നെഗറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുക, ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ നമുക്ക് പരാജയങ്ങളുണ്ടാവും. ആ പരാജയങ്ങളുണ്ടാവുന്ന ടൈമിൽ അയ്യോ ഇത് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ പകരം ഈ പരാജയങ്ങളിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു, അങ്ങനത്തെ രീതിയിൽ ആ പരാജയത്തേക്ക് കാണുക. അപ്പോൾ നെഗറ്റീവായി പോകാൻ നിൽക്കുന്ന മനസ്സിനെ നമ്മൾ അങ്ങനെ പോസിറ്റീവായിട്ട് കൊണ്ടുവരും. പിന്നെ കൂടുതൽ സമയവും പോസിറ്റീവായ കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിലോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. പുസ്തകമായിട്ടും വീഡിയോസായിട്ടും പോഡ്കാസ്റ്റായിട്ടും ഒക്കെ. നിങ്ങളെക്കുറിച്ച് ഞാൻ എത്രമാത്രം വേർത്തിയാണ്, പോസിറ്റീവാണെന്ന് വിശ്വസിക്കുന്നു, അത്രമാത്രം നമ്മൾ പോസിറ്റീവാകും, അത്രമാത്രം നമ്മൾ വിജയത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. നമ്മളെ എത്രമാത്രം പോസിറ്റീവായി കാണുന്നോ അത്ര തന്നെ നമ്മൾ മറ്റുള്ളവരെയും പോസിറ്റീവായിട്ട് കാണും. രണ്ടും ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. ഈ നാട്ടുകാരൊന്നും ശരിയല്ല എന്ന് പറയുന്നവർ അവരെ യഥാർത്ഥത്തിൽ പറയുന്നത് ഞാൻ ശരിയല്ല എന്നാണ്. സക്സസ് ആവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ്, 4ാമത്തെ പോയിന്റ്, പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്രമിക്കണം. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാനൊരു മണ്ടനാണ്, അങ്ങനെ സ്വയം തരം താഴ്ത്തി ഒരിക്കലും സംസാരിക്കരുത്. സ്വയം കുറ്റപ്പെടുത്തരുത്, സ്വയം വിമർശിക്കരുത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അടുത്ത തവണ ഞാൻ ശരിയാക്കും എന്ന രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. ഇത് മറ്റൊരാൾ മാത്രമല്ല കേൾക്കുന്നത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടിയാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലത് പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അതൊരു കമാൻഡായിട്ട് പോകും, അത് അക്സെപ്റ്റ് ചെയ്യും. അതാണ് പിന്നീട് സെൽഫ് ടോക്കായിട്ട് മാറുന്നത്. ഈ സെൽഫ് ടോക്ക് ഇമോഷൻസിനെ ട്രിഗർ ചെയ്യും. അത് നിങ്ങൾ പതുക്കെ അത് നിങ്ങളുടെ ക്യാരക്ടറായിട്ട് മാറും, അത് നിങ്ങളെ സ്വാധീനിക്കും. അടുത്ത പോയിന്റ്, നമ്മൾ ആരോടൊക്കെ ഇടപഴകുന്നുവോ അവരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇടപെടാൻ. കാരണം അതും നമ്മുടെ സക്സസിനെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ നെഗറ്റീവായ ആളുകളിൽ നിന്നും പോസിറ്റീവായ ആളുകളുമായിട്ട് ഇടപെടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നോ അവിടെയൊക്കെ മാറ്റങ്ങൾ കാണാൻ കഴിയും. ഇങ്ങനെ പറയും, ഏത് 5 പേരുമായിട്ടാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം ചിലവഴിക്കുന്നത് ആ 5 പേരുടെ ആവറേജ് വരുമാനം തന്നെയായിരിക്കും നിങ്ങളുടെയും വാർഷിക വരുമാനം. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ നെപ്പോളി ഹില്ലി കോടീശ്വരന്മാരെ കുറിച്ചൊക്കെ പഠനം നടത്തി നമ്മൾ കണ്ടു. പല പോയിൻറ്റ്സ് നമുക്ക് അതിൽ നിന്നൊക്കെ കിട്ടി. അതിലൊരു പോയിൻ്റ് ഇതായിരുന്നു, പലരും കോടീശ്വരന്മാരുമായിട്ട് ഇടപഴകാൻ തുടങ്ങിയതിന് ശേഷമാണ് അവരും ആ സ്ഥിതിയിലെത്തിയത് എന്ന്. സോ നിങ്ങൾ ആരുമായിട്ടാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവരൊന്ന് കണ്ടെത്തുക, ഒരു ലിസ്റ്റ് ഇടുക. ഭാവിയിൽ നിങ്ങൾ അവരെപ്പോലെ ആകണം, അവരെപ്പോലെ ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എൻ്റെ സുഹൃത്തുക്കളെ പോലെ ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവരുമായിട്ട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ലൈഫിനെ ഡെവലപ്പ് ചെയ്യാൻ വല്ല സാധ്യതയുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ സ്വയം ചോദിക്കുക. അടുത്ത പോയിന്റ്, നമ്മൾ വിജയിക്കാനുള്ള പല സാധ്യതയും ഇല്ലാതാക്കുന്നത് പല അവസരങ്ങൾ മുൻപിൽ കണ്ടിട്ടും നമ്മളൊന്ന് പുറകോട്ട് വലിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഭയവും കോൺഫിഡൻസ് ഇല്ലായ്മയും കാരണമാണ്. ഇവയെ രണ്ടും നശിപ്പിക്കുക. ഇവിടെ ഭയങ്ങൾ ജനിക്കുമ്പോഴേ ഉണ്ടാവുന്നതല്ല, പാരൻസിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയതാണ്, അല്ലെങ്കിൽ നമ്മളത് നേടിയതാണ്. ഒരാൾ എവിടെയോ കേട്ടു, ഈ സത്യസന്ധന്മാർക്ക് പറ്റിയ പണിയല്ല ബിസിനസ് എന്ന്. അയാൾ സ്വയം ചിന്തിക്കുന്നു ഞാനൊരു സത്യസന്ധനാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബിസിനസ് ഐഡിയ കിട്ടി, നല്ല ഐഡിയ ആണ്, പക്ഷേ അദ്ദേഹം ചെയ്യുന്നില്ല. കാരണം എനിക്കിത് പറ്റില്ല, ഞാനൊരു സത്യസന്ധനാണ്. ഇതൊരു വിശ്വാസമാണ്, തെറ്റായൊരു വിശ്വാസമാണ്. പക്ഷേ ആ തെറ്റായ വിശ്വാസത്തെ അയാൾ വിശ്വസിച്ചു. ഒരു ഭയം, ആ ഭയം കാരണം അയാൾക്ക് രക്ഷപ്പെടാനുള്ള നല്ലൊരു അവസരത്തെ അയാൾ കളഞ്ഞു കുളിച്ചു. ഭയം എന്നത് നമുക്ക് സത്യമാണെന്ന് തോന്നും, അത് സത്യമല്ല, അത് നമ്മുടെ ഇമാജിനേഷൻ കാരണമാണ് ഉണ്ടായത്. നമ്മൾ ലൈഫിൽ അത് സംഭവിക്കുമോ ഇത് സംഭവിക്കുമോ എന്നൊക്കെ ഭയപ്പെട്ട 99% കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല. ആ ഒറ്റ തെളിവ് പോലെ നമുക്ക്. പിന്നെ നമുക്ക് കോൺഫിഡൻസ് ഇല്ല എങ്കിൽ കോൺഫിഡൻസ് ഉള്ള ഒരാൾ എങ്ങനെ പെരുമാറും, കോൺഫിഡൻസ് ഉള്ള ഒരാൾ എങ്ങനെ സംസാരിക്കും, കോൺഫിഡൻസ് ഉള്ള ആൾ എങ്ങനെ നടക്കും എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക, ഒന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെ ചെയ്യുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ
സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കാലയളവിന് ശേഷം അത് അക്സെപ്റ്റ് ചെയ്യും. ഞാൻ അങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഉള്ള ഒരാളാണെന്ന് എന്നെ തന്നെ ഞാൻ വിശ്വസിപ്പിച്ചു. ഞാനൊരു MNCയിൽ ഒരു ഡീലിൻ്റെ ആവശ്യത്തിന് പോയി. എൻ്റെ വിചാരം ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരാളാണെന്നാണ്. അവിടെ ചെന്നപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞു. കാരണം ഞാൻ സംസാരിക്കേണ്ട ആൾ പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അയാളുടെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കുറഞ്ഞ മാതിരി ഫീലായി. അപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ ഒരു ചിന്ത. എനിക്ക് കോൺഫിഡൻസ് കുറവായി എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ അദ്ദേഹം എൻ്റെ പേയ്മെൻറ്റ് കുറയ്ക്കും, അദ്ദേഹം ബാർഗെയിൻ ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചു. അപ്പോൾ ആ ടൈം ഞാൻ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്തു. ആ മനുഷ്യൻ എൻ്റെ തോളോട് ഹൈറ്റേ ഉള്ളൂ. ആ മനുഷ്യനെ ഞാനിങ്ങനെ പിടിച്ച് അമർത്തി നിലത്തോടങ്ങോട്ട് അടുപ്പിച്ചു. അങ്ങനെ ഞാൻ വിഷ്വലൈസ് ചെയ്തു. അപ്പോൾ ഞാൻ ഓക്കെ, അദ്ദേഹത്തെക്കാൾ സൂപ്പർബാണ് എന്നൊക്കെ ഒരു ചിന്തയിൽ ഞാൻ ചെന്നു. അതെനിക്ക് ശരിക്ക് എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തു. കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഇങ്ങനെ തന്നെ വിഷ്വലൈസ് ചെയ്യണമെന്നൊന്നുമില്ല, എങ്ങനെയും ചെയ്യാം. നമുക്ക് അപ്പോഴുള്ള പ്രശ്നം എന്താണോ അതിനനുസരിച്ച് നമ്മൾ അയാളുമായിട്ട് നല്ല കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്നത്, തമാശ പറയുന്നതൊക്കെ മുൻകൂട്ടി വിഷ്വലൈസ് ചെയ്ത ശേഷം നമുക്ക് ആരുമായിട്ടാണോ സംസാരിക്കാൻ കോൺഫിഡൻസ് കുറവായിട്ട് തോന്നുന്നത് അയാളുടെ അടുത്തോട്ട് പോവുക, കൂളായിട്ട് സംസാരിക്കുക. ഞാൻ വിചാരിച്ചാൽ എന്തു നേടാൻ കഴിയുന്ന ആളാണ് ഞാൻ എന്നൊക്കെ അഫർമേഷൻസ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആളാണെന്ന് എന്നെ തന്നെ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുക. അടുത്ത പോയിന്റ്, അമേരിക്കയിലെ കോടീശ്വരന്മാരിൽ ഒരു പഠനം നടത്തി. കോടീശ്വരന്മാരാകാനുള്ള കാരണം എന്താണെന്ന് അവരോട് തന്നെ ചോദിക്കാം. അതായിരുന്നു അതിൽ 85% കോടീശ്വരന്മാരും പറഞ്ഞത് ഹാർഡ് വർക്ക് എന്നായിരുന്നു. അവരിങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്: ഞങ്ങൾക്ക് വേണ്ടത്ര ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല, ഉയർന്ന സാമ്പത്തികമായ ഫാമിലിയിൽ നിന്നൊന്നും അല്ല ഞങ്ങൾ വന്നത്, അതൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ അത്ര കഴിവോ സാമർഥ്യമോ ഒന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അവർക്കില്ലാത്ത ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ്. ജസ്റ്റ് രാവിലെ 1 മണിക്കൂർ നേരത്തെ നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് ചെയ്തു തുടങ്ങുക. അതുപോലെ തന്നെ ഈവനിങ് 1 മണിക്കൂർ അധികം നമ്മൾ ജോലി ചെയ്യുക. അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന ടൈം അതിലേക്ക് തന്നെ 100% ശ്രദ്ധിക്കും എന്ന് നമ്മളോട് തന്നെ പറഞ്ഞ് ഉറപ്പിച്ച് 100% നമ്മളത് ശ്രദ്ധിക്കുക, ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇരട്ടിയാവും. അതുകൂടാതെ നമ്മളുണ്ടാക്കുന്ന റിസൾട്ടും ഇരട്ടിയാവും. കാരണം ലോങ് ടൈമിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. 1 വർഷം, 2 വർഷം, 3 വർഷമൊക്കെ ഡെയിലി 2 മണിക്കൂറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്ര മണിക്കൂർ ആഡായി. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ വരുമാനവും കൂടും. പക്ഷേ ഹാർഡ് വർക്ക് പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ജോലി നമ്മൾ നന്നായി ചെയ്യും, പക്ഷേ വേണ്ടത്ര വേഗതയിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നതും നമ്മുടെ ജോലിയിലുള്ള ഗ്രോത്ത് കുറയ്ക്കും. ടോപ്പ് MNCസിൻ്റെ, മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഒക്കെ ഉയർന്ന പോസ്റ്റുകളിൽ ഇരിക്കുന്നവർ അവരെ അവിടെ എത്തിച്ച ഒരു ക്വാളിറ്റി എന്താണ് എന്ന ആ വിഷയത്തിലൊക്കെ ഒരു പഠനം നടത്തി. അപ്പോൾ മനസ്സിലായത് ഈ ടോപ്പ് MNCസിൻ്റെ, മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഒക്കെ ഉയർന്ന പോസ്റ്റുകളിൽ നിൽക്കുന്നവർക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അവരവിടെ എത്തിച്ചൊരു ഗുണം, അവർ ചെയ്യേണ്ട ജോലികളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ അവർക്കറിയാം. ഏറ്റവും മികച്ച രീതിയിൽ ഏതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്, ഏതാണ് പിന്നീട് ചെയ്യേണ്ടത്, ആ ഒരു കഴിവ് അവർക്കുണ്ട്. അതുപോലെ തന്നെ ഒരു ജോലി നന്നായി തുടങ്ങാനും വേഗത്തിൽ അതിനെ തീർക്കാനും അത് പെർഫെക്റ്റായിട്ട് തീർക്കാനുമുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ, ക്ലയൻറ്റ്, കസ്റ്റമർ ആരായാലും അവരെന്താണോ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് കണ്ടെത്തുക, അതിനനുസരിച്ച് വർക്ക് ചെയ്യുക, ഗ്രോത്ത് ഉണ്ടാക്കുക, വരുമാനം വർദ്ധിപ്പിക്കുക. അടുത്ത പോയിന്റ്, ഡെയിലി ലേൺ ചെയ്യുന്നത് നമ്മളൊരു ശീലമാക്കണം സക്സസ്സിന് വേണ്ടിയിട്ട്. കാരണം ലാരി ബേക്കർ എന്നൊരു സാമ്പത്തിക വിദഗ്ധൻ ഒരു പഠനം നടത്തി. 80-20 പ്രിൻസിപ്പിൾ തന്നെയാണ്. ലോകത്തെ 80% പേർക്കും വെറും 20% സമ്പത്തേ ഉള്ളൂ. ബാക്കി 80% സമ്പത്ത് വെറും 20% പേരുടെ കയ്യിലാണെന്ന്. അപ്പോൾ ഈ 80% ഭൂരിപക്ഷം വരുന്ന കുറഞ്ഞ വരുമാനമുള്ള, കുറഞ്ഞ സമ്പത്തുള്ള ആളുകൾ, അവരുടെ ഒരു പ്രത്യേകത, അവരുടെ സ്വഭാവം, ഡെയിലി ലേൺ ചെയ്യുന്ന ശീലം അവർക്കില്ല. അവരെ സംബന്ധിച്ച് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞതോടുകൂടി അവർ ലേൺ ചെയ്യുന്ന ശീലം അവിടെ അവസാനിപ്പിച്ചു. അവരുടെ സമ്പത്ത് അല്ലെങ്കിൽ അവരുടെ വരുമാനം വർഷത്തിൽ വെറും 3% മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ. എന്നാൽ കുറച്ച് ആളുകളുണ്ടല്ലോ, കൂടുതൽ സമ്പത്ത് കൈയാളുന്ന ആളുകൾ, അവർ ഡെയിലി ലേൺ ചെയ്യുന്ന സ്വഭാവമുള്ളവരാണ്. ഡെയിലി പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ വരുമാനം വർദ്ധിക്കണമെങ്കിൽ, നിങ്ങളുടെ ഗ്രോത്ത് വേഗമാകണമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ലേൺ ചെയ്യുന്നൊരു ശീലം ഉണ്ടാകണം. ലേണിങ്ങിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന പണം അതിനൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് നമ്മൾ കാണണം. സക്സസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ പറഞ്ഞ ഈ പോയിൻറ്റ്സിലൊക്കെ ഒന്ന് വർക്ക് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ഇറ്റ്സ് മീ MkJayadev.